നദീതീരത്ത് 2 മരങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷി ഓടി വന്ന് ആദ്യത്തെ മരത്തോട് ചോദിച്ചു, എനിക്ക് അഭയം തരുമോ? മുട്ടയിടണം, ശക്തിയേറിയ ഒരു മഴ വരുന്നുണ്ട്, അതിനു മുൻപ് എനിക്ക് കൂടുണ്ടാക്കണം, ഞാൻ നിൻ്റെ ചില്ലകളിൽ കൂട് കൂട്ടിക്കോട്ടെ എന്ന്. ആദ്യത്തെ മരം പറഞ്ഞു, പറ്റില്ല എന്ന്. വലിയ സങ്കടത്തോടെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് ഈ പക്ഷി പോവുകയാണ് ചെയ്യുന്നത്. ആ മരത്തോടും അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. ആ മരം ഈ പക്ഷിയെ സ്വീകരിച്ചു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തിയേറിയ കാറ്റും മഴയും ഉണ്ടാവുകയാണ് ചെയ്തത്. ആ ശക്തിയേറിയ കാറ്റിൽ ആദ്യത്തെ മരം കടപുഴകി വീണു. ആ സമയത്ത് പരിഹാസഭാവത്തോടെ ആ പക്ഷി ചോദിച്ചു, ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്താ? നീ എനിക്ക് ഒരു കൂട് കൂട്ടാൻ പോലും ഒരു സൗകര്യം തന്നില്ലല്ലോ എന്ന്. ആ മരം മറുപടി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഞാൻ വാർദ്ധക്യത്തിലെത്തിയ ഒരാളാണ് എന്ന്. എപ്പോൾ വേണമെങ്കിലും ഞാൻ കടപുഴകി വീഴാം. നിനക്കും മക്കൾക്കും ഒന്നും സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അഭയം തരാതിരുന്നതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാ തിരസ്കരണവും അഹങ്കാരമല്ല. നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണുവാനായിട്ട് സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കാണുന്നതനുസരിച്ച് ജഡ്ജ് ചെയ്യുവാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നമ്മളൊക്കെ പരാജയപ്പെടുകയുള്ളൂ സഹോദരങ്ങളെ. ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമാണ് നമ്മുടെയൊക്കെ ചുറ്റിലും. വേദനയുടെ ആധിക്യത്തിൽ ഒന്ന് വാ തുറക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അനേകം ജന്മങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. അവർ സംസാരിക്കാതിരിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തതിനെക്കുറിച്ചോ നാം വിമർശിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. അവരോടൊപ്പമായിരിക്കുക, അവരെ മനസ്സിലാക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, പുറമേ കാണുന്നത് അനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാം, അവരെക്കുറിച്ച് നന്മ പറയുവാനായിട്ട് ശ്രമിക്കാം. വിധിക്കാതെ സ്നേഹത്തിൻ്റെ ഭാവത്തിലൂടെ അവരെ നേടിയെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.